ജീവിതത്തിൽ അക്ഷരങ്ങളെ കൂട്ടിപ്പിടിച്ചൊരു 9 വയസ്സുകാരനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് അവൻ്റെ വിശേഷങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. എന്താണ് പേര്? എസ് ദേവതീർത്ഥൻ. എവിടെയാണ് പഠിക്കുന്നത്? സെൻറ് അലോഷ്യസ് കോൺവെൻറ്റ് ISC സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതായത് 9 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. പക്ഷേ ഈ 9 വയസ്സിൽ തന്നെ ഏകദേശം 500ഓളം പുസ്തകങ്ങളാണ് വായിച്ച് തീർത്തത് അല്ലേ? അതെ. ഈ പുസ്തകങ്ങൾക്ക് ഇഷ്ടമാവാൻ കാരണം എന്താ? എത്രാം ക്ലാസ് തൊട്ടിട്ട് അല്ലെങ്കിൽ എത്ര വയസ്സ് തൊട്ടിട്ടാണ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്? അച്ഛൻ പണ്ട് പാട്ട് എഴുത്തുകാരനായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഈ പാട്ടൊക്കെ എഴുതുമ്പോൾ ഈ പുസ്തകങ്ങൾ വെച്ചിട്ടിങ്ങനെ ഇതുപോലെ വെക്കും. എന്നിട്ട് പഠിച്ചിട്ടായിരുന്നു പാട്ട് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഒന്ന് ഇതൊക്കെ നോക്കി, ബുക്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് വലിയ ബുക്സ് അന്നേരം പേടിയായിരുന്നു. അപ്പം ഞാൻ ഒരു തിൻ ബുക്ക് കണ്ടു. ചെറിയ ഒരു 40 പേജൊക്കെ ഉണ്ടാവും. HNCയുടെ 2 ബുക്സ്. അപ്പോൾ നോക്കുമ്പോൾ ഔഷധങ്ങളുടെയും ഈ പക്ഷികളുടെയാണ്. അപ്പോൾ ഞാൻ അത് മറിച്ച് നോക്കി, പക്ഷികളുടെ മറിച്ച് നോക്കിയപ്പോൾ തത്തേനെയൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തത്തയൊക്കെ നേരത്തെ അറിയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എൻ്റെ കണ്ടൻസൊക്കെ വായിച്ചു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വായന. അതിൻ്റെ മുമ്പേ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോർഡ് ബുക്സാണ് വായിച്ചത്. അത് അമ്മയും ഞാനും ഇങ്ങനെ മാറി മാറി വായിക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഈ ബോർഡ് ബുക്ക്. ഇത് ഞാൻ എപ്പോഴും നോക്കുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട ബുക്കായിരുന്നു പണ്ടത്തെ. ഇതുപോലെ പല ബോർഡ് ബുക്സും എനിക്കുണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വായന. ചെറുപ്പത്തിൽ അമ്മയായിരുന്നു ആദ്യം വായിച്ച് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിനുശേഷമല്ലേ മോന് വായിക്കാൻ തുടങ്ങിയത്? അതെ. നമ്മൾ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വെച്ച് നോക്കി. ഇംഗ്ലീഷിൽ എനിക്ക് ഇഷ്ടം ഹാരി പോട്ടർ ഇഷ്ടമാണ്, വിംബിക്കിഡ് ഇഷ്ടമാണ്, റസ്കിൻ ബോണ്ട് ബുക്സ് ഇഷ്ടമാണ്, സുധാമൂർത്തിയുടെ ബുക്സ് ഇഷ്ടമാണ്, ചാൾസ് ഡിക്കൻസ് ഇഷ്ടമാണ്, ലിയോ ടോൾസ്റ്റോ ഇഷ്ടമാണ്. അങ്ങനെ പലരും ഇഷ്ടമാണ്. മലയാളത്തിൽ എം ടി ബഷീർ, തകഴി എന്നിവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. MTയുടെ ഏത് പുസ്തകം ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാലുകെട്ട്. വേറെ ഏതൊക്കെ പുസ്തകം ഇഷ്ടം? എനിക്ക് MTയുടെ കഥകൾ ഇഷ്ടമാണ്. പിന്നെ ദയ എന്ന പെൺകുട്ടിയും ഇഷ്ടമാണ്. ഈ MTനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരാളാണ്. MTയുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. MTയുടെ ചിത്രങ്ങളൊന്നും കാണിച്ചു കൊടുത്താൽ നമുക്ക്. ഈ ചിത്രം വരയ്ക്കാൻ എങ്ങനെയാണ് തോന്നിയത്? അത് ഞാൻ ഒരു ദിവസം ഇതുപോലെ തന്നെ അപ്പോൾ എനിക്കൊന്ന് തോന്നി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫോണിൽ നോക്കിയൊക്കെ ഇങ്ങനെ വരച്ചാൽ കറക്റ്റ് ആയാലോ. അപ്പോൾ MTനെ ഒന്ന് വരക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കി A4 സൈസ് പേപ്പർ എടുത്ത് ചെറിയ ഒരു മുഖം വരച്ചു. അപ്പോൾ അമ്മ എന്നെ കാണിച്ചു. അപ്പോൾ അമ്മ കറക്റ്റായിട്ടുണ്ടല്ല എന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അന്ന് അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ A4 സൈസ് പേപ്പറിൽ വരക്കണ്ട, ഇതുപോലെ ഈ ഡ്രോയിങ് ബുക്ക് വരയ്ക്കുന്നു പറഞ്ഞ് സ്കെച്ച് പെൻസിൽസ് വാങ്ങിച്ചു തന്നു. അതിൻ്റെ ഒപ്പം ഈ ഡ്രോയിങ് ബുക്കും വാങ്ങിച്ചു തന്നു. അതിൽ ഞാൻ വരച്ച പടമാണിത്. ഇത് വേറെ MT. പക്ഷേ എനിക്കത് ശരിയായി തോന്നിയിട്ടില്ല ഇതുവരെയും. നമുക്കത് ശരിയാക്കി വരയ്ക്കാം. മറ്റൊന്ന്, ഈ ദേവതീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഒരു പാട്ട് പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിനെ കുറിച്ച് ദേവതീർത്ഥൻ എഴുതിയൊരു പാട്ടാണ്. അതിനെന്താ തോന്നുന്നത്? മന്ത്രിയൊക്കെയാണ് പ്രകാശനം ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? വെരി ഹാപ്പി ആയിരുന്നു എനിക്ക് തോന്നിയത്. എനിക്കൊരു മായ പോലെയായിരുന്നു മന്ത്രി ഇട്ടപ്പോൾ തോന്നിയത്. എങ്ങനെയാണ് ആ പാട്ട് എഴുതാൻ തോന്നിയത്? അത് ഞാൻ കായൊടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ആ പാട്ട് എഴുതിയത്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ ഓടി ഒരു കുട്ടിയുടെ കാലിൽ തട്ടി വീണിരുന്നു. അപ്പോൾ വീണതായിരുന്നു ഈ കായൊടിയാനുള്ള കാരണം. അപ്പോൾ അന്നേരം സ്കൂൾ ആനിവേഴ്സറിയുടെ പ്രാക്ടീസസ് നടക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് ഓടിയത്, നീ എന്തിനാണ് വീണത്, ഇപ്പോൾ നിനക്ക് ഒന്നിനും ചേരാൻ പറ്റൂലല്ലോ എന്ന്. ഞാൻ ഡ്രാമയ്ക്കും ഈ ഗ്രൂപ്പ് സോങ്ങിനും ഒക്കെ ഉണ്ടായിരുന്നു ഈ ആനിവേഴ്സറിക്ക്. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി.
ഞാൻ കരഞ്ഞു. എന്നിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു, വല്ല ഉപകാരപ്രദമുള്ള ഒരു കാര്യമോ എന്തെങ്കിലും ചെയ്യ്, കുറേ പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ പഠിക്കുകയൊക്കെ എന്തെങ്കിലും ഈ ദിവസങ്ങളിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ബൈബിൾ എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാട്ട് എഴുതാനായിട്ടാണ്. അപ്പോൾ അച്ഛൻ പോയി അപ്പോൾ ഈ ബൈബിളിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സോങ് എഴുതിയത്? അതെ, ഞാൻ ഇടയ്ക്ക് ബൈബിള് മറിച്ച് നോക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് വായിച്ചത് ശിക്ഷകളായിരുന്നു. ഇങ്ങനെ മറിച്ച് നോക്കി എനിക്ക് അത് മൊത്തം വായിക്കണമെന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, സ്കൂളിലെ പ്രാർത്ഥനകളും, പിന്നെ ഞാൻ ആദ്യമായിട്ട് വായിച്ച മലയാളം ഫുൾ ബുക്ക് ബൈബിൾ കഥകൾ, അത് പിന്നെ ഞാൻ വീഡിയോസ് കാണുമ്പോൾ മലയാളത്തിൽ സ്റ്റോറീസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഞാൻ കണ്ട കാര്യങ്ങൾ, ഈ വെള്ളം വീണാക്കിയത്, പിന്നെ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചത്, അതൊക്കെ ഞാൻ വായിച്ചതും കണ്ടതും കേട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്കൊരു പാട്ടെഴുതണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ അന്നേരം എഴുതിയത്. നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്തത്? 10 മിനിറ്റ് കൊണ്ട്. 10 മിനിറ്റ് കൊണ്ടാണ് ആ പാട്ട് എഴുതിയത്? എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അത് അച്ഛന് കാണിച്ചു കൊടുത്തോ? അച്ഛന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് പോളിഷ് ചെയ്ത് വേർഡ്സൊക്കെ ഇട്ട് വൊക്കാബുലറിയൊക്കെ ശരിയാക്കി. അന്നേരത്തിലുള്ള ധൃതിയിൽ എഴുതിയതല്ലേ, അപ്പോൾ വൊക്കാബുലറിയൊക്കെ ശരിയാക്കിയിട്ട് അച്ഛൻ ജോസഫ് അങ്കിൾ, മ്യൂസിക് ഡയറക്ടർ മെജോ ജോസഫ് അങ്കിൾക്ക് അയച്ചു കൊടുത്തു. ആ അങ്കിള് ബേസിക് ട്യൂൺ ഇട്ടു. അപ്പോൾ ബേസിക് ട്യൂൺ ഇട്ടിട്ട് വെറുതെ ഓഡിയോ പോലെ വെക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ ആ അങ്കിളുടെ സൗണ്ടും. അപ്പോൾ അച്ഛൻ അത് കമ്പോസ് ചെയ്ത് ഒരു പാട്ട് ആയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു ക്രിസ്മസിന്. അതാണ് ഇതുവരെ എത്തിച്ചത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് 2 വരി അതൊന്ന് പാടിയാലോ? റെഡി അല്ലേ? എന്നാ പാടിക്കോ. He lives in my heart, he lives in my soul. He tells me that sorrows and successes are all part of a journey of life. He lives in my heart, he lives in my soul. He tells me that sorrows and successes are all part of a journey of life. അപ്പോൾ നമ്മുടെ ഈ പാട്ട് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നോ? ആരൊക്കെ വിളിച്ചു? കുറേ പേര് അഭിപ്രായം തന്നു. അതുമാത്രമല്ല, റോഷൻ ആൻഡ്രൂസ് അങ്കിളും വയലാറിൻ്റെ ഭാര്യയായ ഭാരതി തമ്പുരാട്ടി അമ്മയും സിനിമ ഡയറക്ടറായ റോഷൻ ആൻഡ്രൂസ് അങ്കിളും ബ്ലെസ്സിങ് വേർഡ്സ് എഴുതി തന്നു. ഭാരതി തമ്പുരാട്ടി അമ്മ എഴുതിയത് ഞാൻ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു LKG UKG കൊറോണ ടൈമിലായിരുന്നു. അപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ എനിക്ക് വിഷമം വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വല്ല കവിതയൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് എഴുതാൻ അത്ര ഇതില്ല, ഈ വേർഡ്സൊക്കെ ഇങ്ങനെ കൂട്ടി എഴുതാൻ. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് A4 സൈസ് പേപ്പർ എടുക്കാൻ പറഞ്ഞു. A4 സൈസ് പേപ്പർ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ വരികൾ പറഞ്ഞു. മഴയെ മഴയെ നീ ഇവിടെ, നിൻ്റെ വീട്ടിൽ ഇടിമിന്നലുണ്ടോ, എന്തിനാ നീ വന്നത്, നീ വന്നാൽ TV കട്ടായി പോകൂലേ. എൻ്റെ ഇതാണ് ഭാരതി തമ്പുരാട്ടി അമ്മ എഴുതിയ ബ്ലെസ്സിങ് വേർഡ്സ്. പിന്നെ ഇത് റോഷൻ ആൻഡ്രൂസ് അങ്കിള് എഴുതിയ ബ്ലെസ്സിങ് വേർഡ്സാണ്. അത് ഈ പാട്ടിന്. പിന്നെ നമ്മുടെ ക്രിസ്മസ് സോങ്ങിന്. അതെ. പിന്നെ TP ശാസ്തമംഗലം അങ്കിളും അഭിനന്ദനങ്ങൾ നേരി. പിന്നെ ഫേസ്ബുക്കിൽ ഈശോൻകുട്ടി സാറും അഭിനന്ദനങ്ങളും പാട്ടിൻ്റെ ഒപ്പം ഇട്ടു. പിന്നെ അച്ഛനറിയാവുന്ന ഡയറക്ടേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും പിന്നെ എൻ്റെ സിസ്റ്റർ ജാൻസി ജോസഫ് സിസ്റ്റർ, പിന്നെ എൻ്റെ ഷെറി മിസ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ ഷെറി മാർട്ടി മിസ്സൊക്കെ ബ്ലെസ്സിങ് വേർഡ്സ് ഇട്ട് തന്നു.
ദേവതീർത്ഥനെ കുറിച്ച് പറയുമ്പോൾ ദേവതീർത്ഥന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. മോൻ്റെ സോങ് മിനിസ്റ്റർ പ്രകാശനം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ദേവതീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതുക, വായിക്കുക, ചിത്രം വരയ്ക്കുക, കൂടാതെ എന്താ നോവൽ എഴുതുന്നുണ്ട്. നോവൽ എഴുതാനല്ല ആഗ്രഹം. ഇപ്പോൾ ജീസസും മരിച്ച് നിന്ന് വെച്ചാൽ ഹെവനിൽ പോയി കഴിഞ്ഞ് ഉള്ള സംഭവങ്ങൾ എന്താണ്, ജീസസ് ലോകത്തേക്ക് നോക്കുമ്പോൾ കണ്ടത് എന്തൊക്കെയാണെന്ന് ആണ് ഞാൻ ഈ നോവലിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അച്ഛന്? ദേവതീർത്ഥന് ചെറുപ്പം മുതൽ തന്നെ വായനയോട് വലിയ താല്പര്യമാണ്. അതിന് കാരണം ഇവിടെ നിമ്മി വൈഫ് ചെറുപ്പം മുതൽ തന്നെ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് കളിക്കുടുക്ക, മിന്നാ മിന്നി, മാജിക് പോട്ട്, ഡൈജസ്റ്റ്, ടെൽ മി വൈ. അപ്പോൾ അതൊക്കെ കേട്ടാണ് ആൾ വളർന്നത്. പിന്നെ സ്വന്തമായിട്ട് വായിക്കാനും തുടങ്ങി. അപ്പോൾ വായനയിലേക്ക് വന്നപ്പോഴേക്കും ബഷീർ, MT, ചാൾസ് ഡിക്കൻസ്, റസ്കിൻ ബോണ്ട്, സുധാമൂർത്തി അങ്ങനെയുള്ളവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആൾ എണീറ്റ് വരുമ്പോൾ തന്നെ നേരെ ബാത്റൂം പോയി യൂറിൻ പാസ് ചെയ്ത് നേരെ പിന്നെ വരുന്നത് വായനാമുറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ടാണ് താഴേക്ക് വരുന്നത്. അങ്ങനെ രാവിലെ തന്നെ വായന ആരംഭിക്കും. അങ്ങനെ ഇഷ്ടമാണ്, വായന ഇഷ്ടമാണ്. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. കാരണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഒരുവനിലെ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അത് ആ വായന എന്ന് പറയുമ്പോഴേക്കും ഒരു മനുഷ്യനെ ഒരു പാകപ്പെടുത്തി കിടക്കുന്ന, യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് വായന. അപ്പോൾ ആ വായനയിലൂടെ വളരട്ടെ, എഴുതട്ടെ, ചിന്തിക്കട്ടെ. ദേവതീർത്ഥൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അച്ഛൻ്റെ ശകാരം, ആ ശകാരം ചെന്നെത്തിച്ചതാണ് ഒരു ക്രിസ്മസ് സോങ്ങിലേക്ക്. ആ പാട്ടാണ് മന്ത്രി പ്രകാശനം ചെയ്തത്. അപ്പോൾ മോന് ഈ വായിക്കാൻ ഓൾറെഡി അല്ലെങ്കിൽ ചെറുപ്പം മുതൽ വായിക്കുന്നുണ്ടായിരുന്നു. എഴുതാൻ എങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തിയത്? ഞാൻ കായംകുളം കൊച്ചുണ്ണി പോലെയുള്ള സിനിമകൾക്ക് ഗാനരചന ചെയ്യുന്ന സമയത്ത് ദേവതീർത്ഥന് ഒരു 1-1.5 വയസ്സ് പ്രായം. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ വന്ന് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോവുക, പേന എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുസൃതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അത്തരം ആ ഒരു പ്രോസസ്സ് ആണ് ആളും വളരുന്നത്. പിന്നീട് ഒരു പ്രായത്തിൽപ്പോഴേക്കും ഞാൻ എഴുതുമ്പോൾ എൻ്റെ ഒപ്പം വന്നിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ഛാ ഈ വാക്കും കൂടി ചേർക്കാൻ പറ്റുമോ മറ്റ് ദേവതീർത്ഥൻ്റെ ആയിട്ടുള്ള വാക്കുകളൊക്കെ പറയും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടാണ് ആൾ വളർന്നത്. പിന്നീട് ആൾക്ക് സ്വയം അങ്ങനെ തോന്നി എഴുതണം എന്നുള്ളത്. അപ്പോൾ വായിച്ച കാര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ അത് ദേവതീർത്ഥൻ്റേതായിട്ടുള്ള ഒരു ലോകത്ത് നിന്നുകൊണ്ട് ചെറിയ ചെറിയ രചനകൾ ചെയ്യാൻ തുടങ്ങി. ഈ 500 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേവതീർത്ഥൻ തന്നെയാണോ അച്ഛ എനിക്ക് ഈ പുസ്തകം വേണം അല്ലെങ്കിൽ ഈ പുസ്തകം എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് ദേവതീർത്ഥൻ തന്നെയാണോ അതോ നിങ്ങളായിട്ട് അവന് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്? ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഇന്ന പുസ്തകങ്ങൾ. പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓരോ മാസം ഇങ്ങനെ ലിസ്റ്റ് എഴുതി വെക്കും. അച്ഛാ എനിക്ക് ഇന്ന പുസ്തകങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഞങ്ങൾ മിക്ക മാസങ്ങളിലും ഈ പറയുന്ന ബുക്ക് സ്റ്റാളുകളിൽ പോവും. അതുപോലെ എല്ലാ വർഷവും പുസ്തക മേളകളിലൊക്കെ പോവും. അപ്പോൾ അവിടെ അപ്പോൾ ദേവതീർത്ഥൻ്റെ മനസ്സിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതനുസരിച്ചുള്ള പുസ്തകങ്ങളും പിന്നെ അന്നേരം ആ സ്പോട്ടിൽ കാണുന്ന പുസ്തകങ്ങളും വാങ്ങിക്കും. എനിക്ക് തോന്നുന്ന ഒരു 4-5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ പുസ്തകം വാങ്ങിച്ച് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ വാങ്ങിക്കുക മാത്രമല്ല അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. വായിക്കണമല്ലോ. അപ്പോൾ ആ ഒരു വായനയിലൂടെ ശക്തി ആർജിക്കുക, അതിലൂടെ എഴുതുക. MN വിജയൻ സാർ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പുസ്തക വായന 2 തരത്തിൽ. ഒന്ന് പുസ്തകങ്ങൾ വായിച്ച് പുസ്തക പുഴുവായിട്ട് മാറുന്നതും, 2 മണ്ണിരയെ പോലെ അല്ലേ. നമുക്കറിയാം മണ്ണിരയുടെ ഭക്ഷണം മണ്ണ് തന്നെയാണ്. പക്ഷേ ആ മണ്ണ് ഭക്ഷിക്കുമ്പോൾ പിന്നീട് ആ മണ്ണ് തന്നെയാണ് അതിൻ്റെ വിസർജനം. പക്ഷേ ആ വിസർജനമായിട്ട് വരുന്ന മണ്ണിന് വളക്കൂറ് ഏറെയാണ്. ആ മണ്ണിരയുള്ള ഭാഗത്ത് ചെടി എന്തെങ്കിലും വിത്ത് പാകുകയാണെങ്കിൽ അത് നല്ല ശക്തമായിട്ട് വളർന്നു വരും. കാരണം വെച്ചാൽ വളക്കൂറുള്ള മണ്ണ് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വളക്കൂറുള്ള അക്ഷരങ്ങൾ, കൃതികൾ, സൃഷ്ടികൾ, നമ്മൾ നല്ല നല്ല സൃഷ്ടികൾ വായിക്കുകയും പിന്നീട് നമ്മളിലൂടെ പുതിയ നല്ല സൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്യണം. അതിന് ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ വായന തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്? എനിക്ക് ഈ പുസ്തകം വേണമെന്ന് അച്ഛനോട് പറയുമ്പോൾ ആ പുസ്തകമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഞാൻ ഇതുപോലെ ബുക്ക് സ്റ്റാളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പിന്നെ കൂട്ടുകാരും ചിലരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുമോ ഈ പുസ്തകം വായിക്കുക എന്ന്? ടീച്ചേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ദേവതീർത്ഥ ഈ പുസ്തകം നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ടോ? ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ അച്ഛനോട് ചോദിക്കും. അപ്പോൾ നല്ലതെന്ന് വെച്ചാൽ ഡ്രാക്കുള, ഈ ഹൊറർ വയലൻസ് പുസ്തകങ്ങൾ അച്ഛൻ ഇതുവരെ
വാങ്ങിച്ച് തന്നിട്ടില്ല. ചോദിച്ചാലും അച്ഛൻ വാങ്ങിച്ചു തരില്ല. കാരണം അത് നിനക്കിപ്പോൾ വായിക്കാൻ പറ്റിയ ഇതല്ല, നീ നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരണയാണ് നല്ലത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നല്ല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ ഹാരി പോട്ടർ പോലത്തെ അഡ്വഞ്ചേഴ്സും ഇഷ്ടമാണ്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരുക, നന്നായി എഴുതുക. നോവൽ എഴുതണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നന്നായി നോവൽ എഴുതുക. അടുത്തത് ഇപ്പോൾ ക്രിസ്മസ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നിരവധി പാട്ടുകൾ ദേവതീർത്ഥനെ കൊണ്ട് എഴുതാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ നോവലുകൾ എഴുതാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.